ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇട്ടത്. പിന്നെ സൺഡേ എടുത്തൊരു വ്ളോഗാണ് ഇട്ടത്. അപ്പോൾ ഇന്നാണ് ഇടാൻ പറ്റിയത്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതിന് കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോകുന്നൊരു വീഡിയോ ആണ് ഇട്ടത്. സൺഡേ ആണ് അമ്പലത്തിൽ പോയത്. അപ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആ പോകുന്ന വഴികളിലുള്ള സ്ഥലങ്ങളാണിട്ടത്. ഞങ്ങൾ താമസം അജ്മാനിലാണ്. അപ്പോൾ അവിടെ ട്രാഫിക് ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് എത്താനായിട്ട് പറ്റി. പക്ഷേ ഷാർജയിലൊക്കെ കുറച്ച് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പോകുന്ന ചെറിയൊരു വീഡിയോകളാണ്. പിന്നെ ഈ ഭാഗം ഷാർജ ആ ഭാഗമാണ്. അപ്പോൾ അവിടെ കുറേ അറബികളുടെയും എല്ലാവരുടെയും വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളാണ് കേട്ടോ ഈ ഭാഗത്ത് കാണുന്നത്. അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ, അമ്പലത്തിൻ്റെ അവിടെ. അപ്പോൾ എത്തണേക്കാൾ മുന്നേ നമുക്കൊരു ബ്രിഡ്ജും അതുപോലെ തന്നെ ഇമ്പോർട്ടിങ് കമ്പനിയുടെ ഒരു ഇതാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കപ്പലുകളും അതുപോലെ തന്നെ കുറേ വലിയ ടൂറിസ്റ്റ് സ്ഥലങ്ങളാണിട്ടത്. എനിക്ക് തോന്നുന്നു നമ്മൾ ടൂറിസ്റ്റുകൾ ആ പ്ലേസാന്ന് തോന്നുന്നുണ്ട്. കറക്റ്റായിട്ട് അറിയില്ല ഏതാ പ്ലേസ് എന്നുള്ളത്. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ബ്രിഡ്ജും കൂടി ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഇൻഫിനിറ്റിയില്ലേ, നമ്മുടെ ഇൻഫിനിറ്റി പോലെയാണ് കേട്ടോ. അത് കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് ഇൻഫിനിറ്റിയാണ് അതിൻ്റെ പേര്. ഇൻഫിനിറ്റി ബ്രിഡ്ജ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ദൂരെ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തണേക്കാൾ മുന്നേയുള്ള കുറേ ഫ്ലാറ്റുകളും അതിന് തൊട്ടടുത്തുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ബ്രിഡ്ജൊക്കെ. അപ്പോൾ ഒന്ന് നോക്കൂ നിങ്ങളും. നമ്മൾ എത്തിയിട്ട് ഇൻഫിനിറ്റിയുടെ അവിടെ കറക്റ്റ് ഇൻഫിനിറ്റിയുടെ ഷേപ്പിൽ. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇപ്പോൾ റീസെൻ്റ്ലി ആണ് പണി കഴിഞ്ഞ് തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ ബ്രിഡ്ജ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്, നൈസായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ ആയിട്ട്. അമ്പലം വരുന്നത് കറക്റ്റായിട്ട് നമുക്ക് ദുബായിലാണ് കേട്ടോ അമ്പലം വരുന്നത്. ശ്രീകൃഷ്ണ ടെമ്പിളാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോണത്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ അമ്പലത്തിലേക്കൊക്കെ പോണത്. അപ്പോൾ ഇവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൽ. കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ട് അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വെച്ചു. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്ന് പോവാണ് അമ്പലത്തിലേക്ക്. ആ ഭാഗമാണ് ചെറിയ ഒരു ഇടവഴി കൂടിയാണ് നമ്മൾ പോകുന്നത്. അമ്പലം ഇതാണ് കേട്ടോ അമ്പലം. അതിൻ്റെ മുകളിലായിട്ടാണ് അമ്പലം ഉള്ളത്. ഞങ്ങൾ പോയപ്പോൾ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് തൊഴുത് പിന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങി. തൊട്ടടുത്തൊക്കെ നമുക്ക് കടകളുണ്ട്. അപ്പോൾ എന്തെങ്കിലും പൂജയൊക്കെ കഴിക്കാം. നമ്മുടെ നാട്ടിലത്തെ പോലെയുള്ള പൂജകളൊന്നുമില്ല, ചെറിയ എന്തോ പൂജകളുണ്ട്. അപ്പോൾ അതിനുള്ള മാലകളും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. പിന്നെ മലയാളീസുകളൊക്കെ കുറേ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ കണ്ടായിരുന്നു കുറേ മലയാളികൾ നമുക്ക്. പിന്നെ നമുക്കന്ന് പ്രസാദമൊക്കെ കിട്ടിയിരുന്നു. ഇതെന്താ പ്രസാദം എനിക്ക് മനസ്സിലായി. ഗ്രീൻ പീസും അതുപോലെ തന്നെ എല്ലാം ഇട്ടിട്ടൊരു പ്രസാദമായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. പിന്നെ അതിൽ കൂടെ ചെറിയൊരു വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ തിരിച്ചിറങ്ങി റൂമിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ട്. പിന്നെ സൺഡേ ആയതുകൊണ്ട് ട്രാഫിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം എത്താൻ പറ്റി റൂമിലേക്ക്. വരുമ്പോൾ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു ഷാർജ ഭാഗത്തൊക്കെ. ഞങ്ങൾ പോകുമ്പോൾ ചെറുതായിട്ടൊരു ഫ്ലൈറ്റ് കൊണ്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ വീഡിയോ എടുത്ത് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ബൈ.